നമസ്കാരം. അഗ്നിഹോത്രി നിയോഗ നക്ഷത്ര ഫലങ്ങളിലേക്ക് സ്വാഗതം. 2025 ഏപ്രിൽ 1 മുതൽ 30 വരെ, അതായത് മീനം 18 മുതൽ മേടം 17 വരെയുള്ള വിവിധ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങൾ നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. നാൽഫലങ്ങൾ പറയുന്നതിന് മുൻപായി രാശിയും നക്ഷത്രങ്ങളും തമ്മിലുള്ള ബന്ധം പരിശോധിക്കാം. ഗ്രഹങ്ങളുടെ ഭ്രമണപഥമായ രാശിചക്രത്തിൽ 12 രാശികളാണുള്ളത്. ഈ 12 രാശികളിലും കൂടിയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളുള്ളത്. ഒരു രാശിയിൽ 2.25 നക്ഷത്രമാണ് ഉണ്ടാവുക. ഇത് പലതരത്തിലും വരാം. ചില നക്ഷത്രങ്ങളുടെ അരഭാഗവും മറ്റു ചില നക്ഷത്രങ്ങളുടെ മുക്കാലോ കാലോ ഭാഗങ്ങളുമായിരിക്കും ചിലപ്പോൾ ഒരു രാശിയിൽ ഉണ്ടാവുക. എന്നാൽ 18 നക്ഷത്രങ്ങൾ മാത്രം ഓരോ രാശിയിലും പൂർണ്ണമായി ഉണ്ടാവും. അതേതൊക്കെയാണ്? അശ്വതി, ഭരണി, രോഹിണി, തിരുവാതിര, പൂയം, ആയില്യം, മകം, പൂരം, അത്തം, ചോതി, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, ചതയം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണവ. ഉദാഹരണം പറഞ്ഞാൽ, ആദ്യത്തെ രാശിയായ മേടരാശിയിൽ അശ്വതി, ഭരണി എന്നിവയും കാർത്തികയുടെ കാൽഭാഗവുമാണ് ഉള്ളത്. അതുപോലെ അവസാനത്തെ രാശിയായ മീനത്തിൽ പൂരുരുട്ടാതി കാലും കൂടാതെ ഉത്രട്ടാതിയും രേവതിയുമാണുള്ളത്. ചന്ദ്രൻ ഭൂമിയെ പ്രദക്ഷിണം വയ്ക്കുന്നതിനിടയിൽ ഓരോ രാശിയിലും സഞ്ചരിക്കുകയും ആ രാശിയിലുള്ള 2.25 നക്ഷത്രങ്ങളുമായി നല്ല ബന്ധം പുലർത്തുകയും ചെയ്യുന്നു. ഇതിനെയാണ് കൂറ് എന്ന് പറയുന്നത്. അങ്ങനെ 27 ദിവസങ്ങൾ കൊണ്ട് ചന്ദ്രൻ 12 രാശി പൂർത്തിയാക്കുന്നു. ഈ കാലയളവിനെയാണ് നക്ഷത്രമാസം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ ആണ് കൂറ് എന്ന് ജ്യോതിഷത്തിൽ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ രാശി എന്താണ്, നക്ഷത്രങ്ങൾ എന്താണ്, രാശിയും ചന്ദ്രനും നക്ഷത്രങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്. ഇങ്ങനെ വളരെ വിശദമായി ഒരു സാധാരണക്കാരന് പോലും ജ്യോതിഷത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കാനും തന്മൂലം അവനവൻ്റെ നാളുകളും കൂറുകളും രാശിയും മനസ്സിലാക്കി നമ്മുടെ ഭാവിയിൽ എന്താണ് നടക്കുക, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യാം, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ഒരു ധാരണ പുലർത്താൻ സാധിക്കും. ഇനി നമുക്ക് നക്ഷത്രഫലങ്ങളിലേക്ക് പോകാം. ചിത്തിര നക്ഷത്രം തൊഴിൽ വ്യാപാര രംഗങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങളിലൂടെ ജീവിതത്തിൽ പുതിയ മേഖലകളിൽ പ്രവർത്തിക്കേണ്ടി വരുന്നതായിട്ടാണ് കാണുന്നത്. മുൻകാലങ്ങളിൽ തങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ഏപ്രിൽ മാസത്തിൽ പരിഹാരം കാണുന്നു. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യം, സ്നേഹം എന്നിവ ശക്തിപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ കുടുംബത്തിൽ സംഭവിക്കുന്നു. വളരെ അടുത്ത കുടുംബക്കാർക്ക് സന്താന സൗഭാഗ്യങ്ങളും മറ്റും കൈവരുന്നത് മൂലമുണ്ടാകുന്ന മനസ്സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ സാധിക്കുന്നു. തങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. വിദ്യാഭ്യാസ തൊഴിൽ രംഗത്ത് ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നതായി കാണുന്നു. ഈ രംഗങ്ങളിലെല്ലാം തന്നെ വലിയ വിജയങ്ങൾക്ക് നേതൃത്വം നൽകുവാനും അതിലൂടെ ജോലി മാറ്റത്തിനും ഉദ്യോഗ കയറ്റത്തിനുമുള്ള അവസരവും വന്നു ചേരുന്നു. ബിസിനസ് നടത്തുന്നവരാണെങ്കിലും പുതിയതായി ബിസിനസ്സിൽ പ്രവേശിക്കുന്നവരാണെങ്കിലും സ്വപ്ന സമാനമായ വിജയം, പുരോഗതി വളരെ കുറച്ചു കാലത്തിനുള്ളിൽ തന്നെ കൈവന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. മാതാപിതാക്കൾക്കും സഹോദര സ്ഥാനത്തുമുള്ളവർക്കും വളരെ നല്ല ഈശ്വരാധീനം വന്നു ചേരുന്ന സമയമാണ്. തങ്ങളുടെ വിവാഹം, സന്താന ഭാഗ്യം, ജീവിത പങ്കാളിയോടൊത്തുള്ള സമാധാനപൂർണമായ ജീവിതം എന്നിവയ്ക്കെല്ലാം അവസരങ്ങൾ കൈവരുന്നതായിട്ടാണ് ഈ മാസം കാണുന്നത്. അഗ്നിഹോത്രി നിയോഗ പ്രവചനങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ജീവിത നിയോഗത്തെക്കുറിച്ചും അറിയുവാനായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കൂ. യൂട്യൂബ് ചാനൽ കാണൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ,
കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അഗ്നിഹോത്രി നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.